So let us discuss the next question, and the question is tan inverse 63 by 16 is equal to sin inverse 5 by 13 plus cos inverse 3 by 5. Okay, so അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പം എന്താണ്, നമ്മുടെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, that is sin inverse 5 by 13 അതുപോലെ cos inverse 3 by 5, ഇവരെ എന്തെന്ന് എടുക്കുക, ഒരാള് x എന്നും ഒരാള് y എന്നും എടുത്തിട്ട് എന്തെടുക്കണം, നമുക്ക് tan ഇൻവേഴ്സിന്റെ ഫോമിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് sin ഇൻവേഴ്സിനെ tan ഇൻവേഴ്സിലേക്ക് ആക്കുക, cos ഇൻവേഴ്സിനെ tan ഇൻവേഴ്സിലേക്ക് ആക്കുക. tan വന്നാൽ വളരെ എളുപ്പമാണ്, നമുക്ക് tan ഇൻവേഴ്സിന്റെ ഇക്വേഷൻ വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് സൈൻ ആൻഡ് കോസ് ഇവരെ ടാനിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. whenever you are asked like cos inverse ആണെങ്കിൽ നിങ്ങൾ cos x plus y cos x minus y ഇങ്ങനെയുള്ളവരെ വെച്ചിട്ട് വേണം എടുക്കാൻ. ആൻഡ് സൈനിന്റെ ഇൻവേഴ്സ് ആൻഡ് വലിയൊരു ഫംഗ്ഷൻ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ, വലിയൊരു നമ്പർ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ, ഫ്രാക്ഷൻ തരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് സൈൻ എക്സ് പ്ലസ് വൈ ഫോമിലേക്ക് മാറ്റാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കുറെ ക്വസ്റ്റ്യൻസ് ആ ഒരു മോഡലിൽ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ നോക്കിക്കേ, ഞാൻ ഇതിനെ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, let x is equal to sin inverse 5 by 13 and y is equal to cos inverse 3 by 5. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ആരെ വേണം, നമുക്ക് sin x നെയും cos y യും വേണം അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ sin x is equal to എന്തെന്ന് എനിക്ക് എഴുതാൻ പറ്റി, sin x is equal to 5 by 13, ഇതുപോലെ തന്നെ cos y is equal to 3 by 5 ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ നിന്ന് എനിക്ക് ആരെ വേണ്ട, ടാനിനെയാണ് വേണ്ടത്, കാരണം എനിക്ക് ടാൻ ഇൻവേഴ്സിന്റെ ഫോമിലേക്കല്ലേ കൊണ്ടെത്തിക്കേണ്ടത്. അപ്പോ സൈൻ ഉണ്ടെങ്കിൽ ടാൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഞാൻ പക്ഷെ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് എടുക്കുന്നത്, ബിക്കോസ് വളരെ ചെറിയ മെഷർമെന്റ്സ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്സ് എന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് കോസ് ആണ്, ഇതാണ് എന്റെ y എന്നുണ്ടെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. സോ ഇതായിരിക്കും, ഇത് 4 ആണ്, ഇവിടെ വരുമ്പോൾ 5 13 വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന പേര് 12 ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ tan x നെ എടുക്കുക. tan x is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് 5 by 12 കിട്ടി. ഇവിടെ അതുപോലെ തന്നെ tan y is equal to opposite side divided by adjacent side, that is 4 by 3. opposite side divided by adjacent side 4 by 3. അപ്പൊ നമുക്ക് tan x കിട്ടി, tan y കിട്ടി. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് വേണ്ടത് tan ഇൻവേഴ്സ് ഫോം വേണം അല്ലെ. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ tan ഇൻവേഴ്സ് 5 by 12 ഓക്കെ is equal to x എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ഇൻവേഴ്സ് എടുക്കുമ്പോൾ tan ഇൻവേഴ്സ് 4 by 3 is equal to y എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആരെ ഇപ്പൊ എടുത്ത് x is equal to sin inverse 5 by 13 ഇപ്പോ നമ്മൾ എന്താക്കി മാറ്റി, tan inverse 5 by 12 എന്നായിട്ട് മാറ്റി, അതായത് x ന് പകരം ആക്കി മാറ്റി. ഇനി y is equal to cos inverse 3 by 5. ഓക്കെ, cos inverse 3 by 5 എന്ന് പറയുന്ന ആളിനെ നമ്മൾ tan inverse 4 by 3 എന്നായിട്ട് മാറി. ദാറ്റ് ഈസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് തന്നിട്ടുള്ള sin inverse 5 by 13 പകരം എനിക്ക് ഇനി ആരെ എഴുതാനായിട്ട് സാധിക്കും, ഞാൻ എഴുതുന്നത് tan inverse. ഓക്കെ, tan inverse 5 by 12 നെയാണ്. ഇതുപോലെ തന്നെ cos inverse 3 by 5 ന് വരെ എനിക്ക് ആരെ എഴുതാനായിട്ട് പറ്റും, ആ y എന്ന് പറയുന്ന ആൾക്ക് പകരം tan inverse 4 by 3 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ tan inverse 4 by 3. ഇപ്പൊ വന്നിട്ടുള്ള രീതി നോക്കിക്കേ, ഇവിടെ വെച്ച് തീരുവോ, ഇല്ല. ഇനി നോക്കിയേ, tan inverse 5 by 12 plus tan inverse 4 by 3, that is looks like tan inverse x plus tan inverse y, which is equal to tan inverse x plus y divided by 1 minus xy. Okay, so ഈ ഫോമിലേക്ക് നമ്മൾ എടുക്കുക, what is x, it is 5 by 12. Okay, tan inverse എടുക്കണം, tan inverse 5 by 12 plus 4 by 3 the all divided by 1 minus 5 by 12 into 4 by 3 ഈ ഫോമിലേക്കാ വരിക. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക, is equal to tan inverse. ഓക്കെ, സോ 5 by 12 plus 4 by 3 എങ്ങനെ എഴുതും, 5 into 3 എത്രയായിട്ട് 15, 12 into 4 which is equal to 48 divided by 12 into 3. 12 into 3 അങ്ങനെ നിന്നോട്ടെ, ക്യാൻസൽ ചെയ്ത് കളയല്ലോ. ഇനി 12 into 3 ആരാണ്, it is 36. so 36 minus ആ ഫോമിൽ വരും, 36 minus 20 divided by 36. ഓക്കെ, അതായത് 12 into 3 ആണ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി അല്ലെ, 12 into 3 36 ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, tan inverse 15
പ്ലസ് 48 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലി കിട്ടുന്ന എത്രയാ is equal to 63. 63 divided by 36 minus 20 is equal to നമുക്ക് കിട്ടുന്നത് 16 ആണ് അല്ലേ. സോ 63 divided by 16 ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള LHS എന്ന് പറയുന്നത് tan inverse 63 divided by 16. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, sin inverse 5/13 നെ tan inverse 5/12 എന്നാക്കി മാറ്റി. cos inverse 3/5 നെ tan inverse 4/3 എന്നായിട്ട് മാറി. ദാറ്റ് ഈസ് ഇത് രണ്ട് ഇക്വലന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റിൽ വന്നിട്ടുള്ള RHSഉം ഇപ്പൊ നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി ഇതും ഇക്വലന്റ് ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിലെ LHSനോട് ഇക്വലന്റ് ആണ് എന്ന് നമ്മൾ ഇപ്പൊ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഹെൻസ് ദി പ്രൂഫ്. ക്ലിയർ? Okay, so let us move to the next question, and the question is tan inverse root x. Okay, so എങ്ങനെയാ തന്നിട്ടുള്ളത്, ഇങ്ങനെയാണ് tan inverse root x is equal to 1/2 okay cos inverse 1 minus x divided by 1 plus x. ഇതൊന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്, where x element of closed interval 0 and 1. Okay, fine. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, എനിക്ക് റൂട്ടിനെ ഒഴിവാക്കി എടുക്കണം, ബിക്കോസ് ഇവിടെ റൂട്ട് എക്സ് ആണ്, പക്ഷെ നമ്മുടെ ആൻസറിലൊന്നും റൂട്ട് ഇല്ല, എക്സ് ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റൂട്ട് എക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഐ എം ടേക്കിംഗ് ഓക്കെ ലെറ്റ് tan inverse root x is equal to theta. theta എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്, അല്ലെ എക്സ് എന്ന് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഇതിൽ നിന്ന് പറയാനായിട്ട് പറ്റും റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലെ. ഓക്കെ, റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സ് റൂട്ട് ഒഴിവാക്കണമല്ലോ, എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും ടാൻ സ്ക്വയർ തീറ്റ. ഇവിടെ നിൽക്കുകയാണ്. ഇനി എനിക്ക് LHSനെ ഒന്നും ചെയ്യാനില്ല മുന്നോട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എന്നാ ശരി നമുക്ക് RHSൽ നോക്കാം. അപ്പൊ RHS എന്തായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, ഇറ്റ് ഈസ് ഹാഫ് ഓഫ് cos inverse 1 minus x divided by 1 plus x എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് cos inverse നോക്കാം 1 minus x. x ന് വരെ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, tan square theta. സോ ഇറ്റ് ഈസ് 1 minus tan square theta divided by 1 plus tan square theta. ഈ ഫോമിലാണ് വരുന്നത്. ഓക്കെ, ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് cos inverse. ഒന്ന് ആലോചിക്കുക, ഇയാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ 1 minus tan square theta divided by 1 plus tan square theta. Actually it's expansion of cos 2 theta അല്ലേ. cos 2 theta യുടെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, cos inverse of cos എന്ന് പറയുന്നത് എന്താണ്, it is അകത്തുള്ള ആ x പുറത്തേക്ക് വരും, that is half of 2 theta എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും, which is equal to theta എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. That is നമ്മുടെ RHSനെയാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത്. RHS is equal to theta എന്ന് കിട്ടി. ഒന്ന് ആലോചിച്ചു, ഈ തീറ്റ ആരെന്നാ നമ്മൾ എടുത്തത്, it is tan inverse root x എന്നല്ലേ എടുത്തത്, tan inverse root x എന്നാണ് എടുത്തത്. ഇത് നമ്മുടെ LHS അല്ലായിരുന്നോ, ആണല്ലോ. സോ ഇപ്പോ എന്ത് കിട്ടി, RHS എന്തായിട്ട് മാറി, LHS ആയിട്ട് മാറി. Hence we can say that the proof